ആലപ്പുഴ ചേർത്തലയിൽ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ച സജിയുടെ മൃതദേഹം ശവക്കല്ലറയിൽ നിന്ന് പുറത്തെടുത്തു. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. സജിയുടെ ഭർത്താവ് സോണിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സോണിയുടെ മർദ്ദനത്തെ തുടർന്നാണ് സജിക്ക് പരിക്കേറ്റതെന്ന് മകൾ പരാതി നൽകിയിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സജി ആശുപത്രിയിലേക്ക് മാറ്റാൻ ഇയാൾ തയ്യാറാകാതിരുന്നതോടെ 1.5 മണിക്കൂറോളം രക്തം വാർന്നു കിടന്നെന്നും മകൾ മൊഴി നൽകി. ഷൈജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും. ഷൈജു, ഒരു സ്വാഭാവിക മരണമെന്ന് കരുതിയിടത്തു നിന്നാണ് മകളുടെ മൊഴി നിർണായകമാകുന്നത്. മകൾ എന്താണ് മൊഴി നൽകിയത്? ഈ മൃതദേഹം പുറത്തെടുത്തിന് മറ്റു നടപടികളൊക്കെ എന്താണ്? ജനുവരി 8-ന് ഉണ്ടാകുന്ന ഒരു സംഭവം, വീട്ടിൽ വെച്ച് തർക്കമുണ്ടാകുന്നു, അടിപിടിയിൽ കലാശിക്കുന്നു. സജി മുടിക്ക് കുത്തിപ്പിടിച്ച് ഭിത്തിയിൽ ഇടിച്ച് പരിക്കേൽക്കുന്നു, മറിഞ്ഞ് താഴെ വീഴുന്നു. അവിടെ രക്തം വാർന്നതാണ് 1.5 മണിക്കൂറോളം സമയം കിടക്കുന്നു എന്നാണ് മകൾ പറയുന്നത്. അതിനുശേഷം ഫെബ്രുവരി 8-നാണ്, അതായത് 1 മാസത്തോളം കോമ സ്റ്റേജിൽ കഴിഞ്ഞിരുന്ന സജി മരണപ്പെടുന്നത് ഫെബ്രുവരി 8-നാണ്. കൃത്യം 1 മാസം എല്ലാം കൂടി എടുക്കുന്നു. ഈ മരണപ്പെട്ടതിന് ശേഷം സ്വാഭാവികമായ കബറടക്കം അതോടൊപ്പമുള്ള മറ്റ് ചടങ്ങുകളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് കഴിഞ്ഞ ദിവസം മകൾ പോലീസിനെ സമീപിച്ച് ഈ കാര്യത്തിന്റെ ഒരു ചുരുളഴിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായും പറയുന്നത് അച്ഛൻ മദ്യപിച്ചു വന്ന അമ്മയെ നിരന്തരം മദ്യപിച്ച് തല്ലാറുണ്ടായിരുന്നു എന്നതാണ്. അച്ഛന്റെ വഴിവിട്ട ബന്ധങ്ങളെ അമ്മ ചോദ്യം ചെയ്തതാണ് ഈ തർക്കത്തിൽ കലാശിച്ചിരുന്നത് എന്നാണ്. അത്തരത്തിൽ മരണപ്പെടുന്നതിന് വേണ്ടിയിട്ട് മനഃപൂർവ്വമുള്ള ആക്രമണം പോലും നടത്തി എന്ന ഒരു മൊഴി മകൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുക്കുകയും കേസെടുത്ത് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഇത് കൊലപാതകമാണോ എന്നൊരു സംശയത്തിലേക്ക് പോലീസ് കടന്നതിനെ തുടർന്നാണ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഈ മൃതദേഹം പുറത്തെടുക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷം ഈ കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുത്തിപ്പോൾ ഈ പള്ളി സെമിത്തേരിയിൽ വെച്ച് തന്നെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. അല്പസമയത്തിനകം ഇത് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും. നാളെയാകും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പോസ്റ്റ്മോർട്ടം നടന്നതിനു ശേഷം ലഭിക്കുന്ന പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാകും കസ്റ്റഡിയിലുള്ള സോണിയെ അറസ്റ്റ് രേഖപ്പെടുത്തുന്ന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. കാരണം കൊലപാതകമാണെന്ന് സ്ഥിരീകരിക്കുമ്പോൾ മാത്രമാകും കൊലപാതക കുറ്റം ചുമത്താൻ കഴിയും. മകളുടെ മൊഴി ഒരു നിർണായക വിവരമായി അന്വേഷണ സംഘം, അതായത് പോലീസ് മകളുടെ മൊഴിയാണ് ഈ വിഷയത്തിൽ നിർണായകമായത്. ഏതായാലും അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്നും.